സിനിമയോടൊപ്പം എന്നും നിൽക്കണമെന്നാണ് ആഗ്രഹമെന്ന് ദേശീയ അവാർഡ് ജേതാവ് സുരഭി ലക്ഷ്മി. സിനിമയ്ക്ക് ആവശ്യമായ ചെറുതും വലുതുമായ ഏത് കഥാപാത്രം കിട്ടിയാലും ചെയ്യുമെന്നും സുരഭി പറഞ്ഞു. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ശേഷം ഹൃദയം നിറഞ്ഞ സ്വീകരണമാണ് ജന്മനാട് സുരഭിക്ക് നൽകിയത്. കോഴിക്കോട് നരിക്കുനിയങ്ങാടിക്ക് തൊട്ടടുത്തുള്ള ചാനൽ വീട്ടിൽ 2 ദിവസമായി അതിഥികളുടെ തിരക്കാണ്. ഗൾഫിൽ പ്രോഗ്രാമിനായി പോയ നാട്ടുകാരുടെ പ്രിയപ്പെട്ട സുരഭി ലക്ഷ്മി തിരിച്ചെത്തിയത് രാജ്യത്തെ മികച്ച അഭിനേത്രിക്കുള്ള പുരസ്കാരവുമായാണ്. ഗൾഫിൽ നിന്ന് സുരഭി തിരിച്ചെത്തിയത് മുതൽ വീട്ടിലേക്ക് അഭിനന്ദനമറിയിക്കാനെത്തുന്ന സന്ദർശകരുടെ പ്രവാഹമായിരുന്നു. ജന്മനാടിന് ലഭിച്ച അപ്രതീക്ഷിതമായ അംഗീകാരമായാണ് സുരഭി പുരസ്കാരത്തെ കാണുന്നത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സ്വപ്നമാണ്. എന്തെങ്കിലും കാലത്ത് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ നാഷണൽ അവാർഡോ ഒക്കെ കിട്ടണേ എന്നുള്ള നമ്മുടെ ഉള്ളിലൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടാവുമല്ലോ. അതിപ്പോൾ 40കളിലോ 60കളിലോ ഒക്കെ ആയിരിക്കും അന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇത് ഇത്ര പെട്ടെന്ന് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ എനിക്കൊരു ഭാഗ്യം കൊണ്ടുവന്ന് തന്നത് മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. ഇത് നരിക്കുനിക്കാർക്കും കോഴിക്കോട്ടുകാർക്കും എല്ലാവർക്കും ഉള്ള ഒരു സന്തോഷമാണ്. സിനിമയോടൊപ്പം എന്നും നിലനിൽക്കണമെന്നാണ് ആഗ്രഹം. സിനിമ ആവശ്യപ്പെടുന്ന പ്രാധാന്യമുള്ള ഏത് കഥാപാത്രം കിട്ടിയാലും അഭിനയിക്കുമെന്നും സുരഭി പറഞ്ഞു. എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെറുതും വലുതും എന്നുള്ള വ്യത്യാസമല്ലാണ്ട് സിനിമയ്ക്ക് ആവശ്യമാണ് ആ കഥാപാത്രം, ആ സീന് എന്നുണ്ടെങ്കിൽ ചെറുതായാലും വലുതായാലും ചെയ്യും. എന്നും സിനിമയിൽ നിലനിൽക്കുന്ന ഒരാളായിട്ട് നിൽക്കാനാണ് ആഗ്രഹം. അജിത് കുമാർ സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രത്തിലും പ്രധാന വേഷത്തിൽ സുരഭി എത്തും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.